ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. നമുക്ക് നല്ല പച്ച കപ്പ കൊണ്ട് നല്ല ടേസ്റ്റുള്ള പുട്ട് തയ്യാറാക്കിയാലോ. നോൺ വെജ് കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. വീഡിയോ ഒക്കെ ഓണാക്കിയെന്ന് കരുതിയിട്ട് ഞാൻ കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രേറ്റ് ചെയ്തും കഴിഞ്ഞതിനൊക്കെ ശേഷം നോക്കിയപ്പോഴാണ് വീഡിയോ റെക്കോർഡായിട്ടില്ല എന്ന് അറിഞ്ഞത്. ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമില്ല, അതൊക്കെ പോട്ടെ. ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കപ്പ ഉണ്ടല്ലോ, കൈ കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിലൊരു കട്ട് വരും. അതൊക്കെ ആ വെള്ളം ഒന്ന് മാറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധാ അരിപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു അരിപ്പൊടി, ആ വറുത്ത അരിപ്പൊടി ഒരു 3-4 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ പുട്ട് നിറയ്ക്കുന്ന പുട്ടുകുറ്റി ഉണ്ടല്ലോ, അതിലേക്ക് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുക, കപ്പയുടെ മിക്സ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ലെയറായിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുത്ത് പുട്ട് സാധാ എങ്ങനെ ആവിയേറ്റി എടുക്കുന്നത് അതുപോലെ ഒന്ന് ആവിയേറ്റി എടുത്താൽ ഒരു 10 മിനിറ്റ് നല്ല ടേസ്റ്റുള്ള അടിപൊളി നമ്മുടെ കപ്പപ്പുട്ട് തയ്യാറായിട്ടുണ്ട്.